ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് NTPCയുടെ PYQ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അത് നല്ല രീതിയിൽ അധികം ടൈം എടുക്കാണ്ട് വളരെ എഫക്റ്റീവായി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? x/y = 4/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5x വാല്യൂ എന്ന് പറയുന്നത് 4y എന്നാക്കാലോ. ഇതിനെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണോ, 5x = 4y എന്ന് എഴുതണം. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആക്കിയിട്ട് എഴുതണം. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് 5x ഉണ്ട്. അപ്പൊ 5x എഴുതേണ്ട ആവശ്യമില്ല. 5x പ്ലസ് 7y ആണ് നമുക്കുള്ളത്. 7y ആണുള്ളത്. അപ്പൊ ഈ 5x അവിടെ നമുക്ക് എന്ത് എഴുതാം? 4y എഴുതാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? 11y ആയി. ആ ഭാഗത്ത് 11y ആയി. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, അടുത്ത 5x അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? 7y കൊടുക്കുക. അപ്പൊ അതെന്തായി? അടുത്ത 5x അവിടെ നമ്മൾ 4y കൊടുത്തു. അപ്പൊ 4 മൈനസ് 7 3y ആയില്ലേ? -3y ആയില്ലേ? വൈയും വൈയും കട്ട് ചെയ്ത് പോയി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗം അങ്ങനെ. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. 6x = 4y. അപ്പൊ ഈ 4y അവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 5x ഇടാം. അപ്പൊ 6ഉം 5ഉം എന്തായി? 11x ആയി. നമുക്ക് ആവശ്യമുള്ള പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇവിടെ ഈ 7x നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8y അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 × 5x എന്ന് എഴുതാലോ. 2 × 5x എന്ന് എഴുതാം. അപ്പൊ അതെന്തായി? 7 - 10 ആയി. 7 - 10 എന്ന് പറയുമ്പോൾ എന്താ? -3 ആയി. ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെയും x ഉണ്ട്, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 11 + 11 22/3 മൈനസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A shopkeeper loses 10% on selling an article for 360 രൂപ. അപ്പോൾ ഒരു ഷോപ്പ് കീപ്പർക്ക് 10% നഷ്ടം ഉണ്ടായി, എന്നിട്ട് 360 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 90% ആയിരിക്കുമല്ലോ ഈ 360 റുപ്പീസ്. 10 നമ്മൾ CP ആണ് നമ്മുടെ 100 ആയിട്ട് എടുക്കണേ. അതിൽ 10% നഷ്ടമുണ്ട്. അപ്പൊ ഈ 90% ആണ് എന്ത്? നമ്മുടെ 360. ഇനി ടു ഗെയിൻ 130%. അപ്പോൾ 130% ഗെയിൻ ചെയ്യണമെങ്കിൽ എത്രയിൽ വിൽക്കണം? അപ്പൊ ഈ 90% 360 ആണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്രയാ? 360/90. നമുക്ക് കാണേണ്ട ഗെയിൻ എത്രയാ? 130%. 30% ഗെയിൻ. CP 100 ആണെങ്കിൽ 30% ഗെയിൻ എന്ന് പറയുമ്പോൾ എത്രയായി? 130 ആയി. അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ 30യുടെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ഇതൊന്നും ചെയ്യണ്ട. ഡയറക്റ്റ് 30% എന്ന് പറയുമ്പോൾ തന്നെ 30യുടെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ടിക്കറ്റ് പോവാം. പിന്നെ ഒന്നോ രണ്ടോ ഓപ്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ 30യുടെ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തു. ഇവിടെ എത്രയായി? 4 ആയി. 13 × 4 52. നമ്മുടെ ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫ്രം 10 ലിറ്റർ ഓഫ് എ സൊല്യൂഷൻ 2 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഇവാപ്പറേറ്റഡ്. അപ്പൊ 10 ലിറ്റർ വെള്ളം, 10 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ 2 ലിറ്റർ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. അപ്പൊ ഇപ്പൊ എത്ര ലിറ്റർ വെള്ളം ബാക്കിയുണ്ട്? 8 ലിറ്റർ വെള്ളം ബാക്കിയുണ്ട്. അവിടെ നിൽക്കട്ടെ. ദ റിമൈനിങ് സൊല്യൂഷൻ വാസ് ഫൗണ്ട് ടു ഹാവ് 6% സാൾട്ട്. ഇനിയുള്ളതിൽ എത്ര ശതമാനം സാൾട്ട് ഉണ്ട്? 6% സാൾട്ട് ഉണ്ട്. അപ്പൊ 6 × 6% എന്ന് പറയുമ്പോൾ 6/100. 6 × 8 48. 48/100 എന്ന് പറയുമ്പോൾ 0.48 ആണ് എന്ത്? സാൾട്ട്. ഇതാണ് എന്ത്? സാൾട്ട്. സാൾട്ടിന്റെ കാര്യം. വാട്ട് വാസ് ദ പെർസെന്റേജ് ഓഫ് സാൾട്ട് ഇൻ ദ ഒറിജിനൽ സൊല്യൂഷൻ? വാട്ട് വാസ് ദ സാൾട്ട് ഇൻ ദ ഒറിജിനൽ സൊല്യൂഷൻ? അപ്പൊ 0.48 സാൾട്ട് ഉണ്ട്. 0.48 സാൾട്ട് ഉണ്ട്. ഒറിജിനൽ സൊല്യൂഷനിൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ടായിരുന്നു? 10 ലിറ്റർ. ഇവാപറേഷന് മുന്നത്തെ കാര്യം. എത്ര പെർസെന്റേജ്? ഈ 10/0.48 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് ആണെന്ന് കിട്ടി. നമ്മുടെ ആൻസർ എത്ര എന്ന് കിട്ടി? 4.8 എന്ന് കിട്ടി. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു രീതിയിൽ വേണം എക്സാമിന് റാങ്ക് കിട്ടണമെന്ന് ചെയ്യാം. ഈ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹിസ് കരിയർ, ഒരു ടെന്നീസ് പ്ലെയറുടെ കരിയർ ആണ്. 5 മാച്ച് വോൺ ആയതു, 12 മാച്ച് ലോസ് ചെയ്തു, 3 മാച്ച് ഡ്രോ ആയി. ഫ്രാക്ഷൻ ഓഫ് മാച്ചസ് ഹി ലോസ്റ്റ് ഇൻ ദ കരിയർ. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്?
15ഉം 12 17ഉം 3ഉം 20. അപ്പൊ ടോട്ടൽ 20 ഉണ്ട്. ഇതിൽ എത്ര നാള് ലോസ് ചെയ്തിട്ടുണ്ട്? 12 ആള് ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും 3യുടെ മൾട്ടിപ്പിൾ മേലെ വരുന്നത് കിട്ടിയപ്പോ അതിന് ആൻസർ കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുന്നു, 5 കട്ട് ചെയ്തു, 4 കട്ട് ചെയ്തു, 4 കട്ട് ചെയ്തപ്പോ എന്തായി? 3/5 കിട്ടി. നമ്മുടെ ആൻസർ ഏതാ? തേർഡ് ഓപ്ഷൻ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 pipes ABC can fill a tank in 15 അവർ, 12 അവർ, 18 അവർ. 3 പൈപ്പുകൾക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ നമുക്ക് ഇത്ര ടൈമുകൾ ആവശ്യമാണ് റെസ്പെക്റ്റീവ്ലി തന്നിട്ടുണ്ട്. ഇഫ് ബോത്ത് പൈപ്പ് എ ആൻഡ് സി ആർ ഓപ്പൺഡ് സൈമൾട്ടേനിയസ്ലി. എയുടെ സിയുടെയും കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ മറ്റേ ഒരു ഡാറ്റ നമുക്ക് എന്താ? അൺവാണ്ടഡ് ഡാറ്റയാണ്. അപ്പൊ എയുടെയും സിയുടെയും കാര്യം മാത്രം എടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ടൈം ഈ വർക്ക് ആൻഡ് ടൈമിൽ ഈ പൈപ്പ് ആൻഡ് സിസ്റ്റങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക LCM മെത്തേഡ് ആണ്. വേറെ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ LCM മെത്തേഡ് വെച്ചിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ എയും സി ആണ് പറഞ്ഞേക്കണേ. അപ്പൊ എയും സിന്റെയും കാര്യങ്ങൾ എഴുതാം. എ എടുക്കണ സമയം 15ഉം സി എടുക്കണ ടൈം 18ഉം. ഇനി LCM നമുക്ക് ചെയ്യാൻ നല്ലൊരു വഴിയുണ്ട്. ഇപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ലേഡർ ഒക്കെ വരച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എക്സാം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതല്ല ചെയ്യുക. ഇപ്പൊ ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ 18ഉം 15ഉം ആണ്. അതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ എത്രയാണ്? 18 ആണ്. അപ്പൊ ഈ 18 നമ്മൾ ആദ്യം അവിടെ എടുത്ത് എഴുതും. ഇനി 18ൽ ഇല്ലാത്ത എന്തെങ്കിലും നമ്പർ ഈ 15ൽ ഉണ്ടോ എന്ന് നോക്കൂ. 18 എന്ന് പറയുമ്പോൾ 3 × 6. 15 എന്ന് പറയുമ്പോൾ 3 × 5. അപ്പൊ 3 18ൽ വന്നു, പക്ഷെ 5 വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആ 5 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. 5 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ LCM. ഇതാണ് നമ്മുടെ LCM. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് എന്തായിരുന്നു? 15ഉം 18 ആയിരുന്നു. അപ്പൊ ഇനി ടോട്ടൽ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിച്ച പറഞ്ഞ ടെക്നിക്കാണ് W = ET, വെറ്റ് എന്ന് പഠിക്കുക. അപ്പൊ വർക്ക് ഉണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പൊ ഈ കാണാൻ വർക്ക് ബൈ ടൈം ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യണം. 90/15 ചെയ്യണം. അപ്പൊ 5 അത് കട്ട് ചെയ്യണം. 5 പോയി, 15ൽ 5 പോയി, ബാക്കി എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പൊ ബാക്കി 18ൽ പോയി. അപ്പൊ അത് എത്രയായി? 6 ഉണ്ട്. ഇവിടെ 18 ഡയറക്റ്റ് കട്ട് ചെയ്യും. അപ്പൊ അത് നമുക്ക് എത്ര കിട്ടി? 5 ഉണ്ട്. അപ്പൊ നമ്മുടെ എഫിഷ്യൻസികൾ എത്രയാ? 6ഉം 5ഉമാണ് നമ്മുടെ എന്ത്? എഫിഷ്യൻസികൾ. എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്ര ലാഗായ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 5ഉം 6ഉമാണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ വർക്ക് എത്രയാ? 90 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഇനി ഇത് രണ്ടും കൂടി തുറന്നു വിടുന്നു. അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യണ വർക്ക്, ഒരു അവറിൽ ചെയ്യണ വർക്ക് എന്നാണ് അർത്ഥം. അപ്പോ 11. ഇനി ഇത് നോർമലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡിനോമിനേറ്റർ 11 ആണ്. നമ്മുടെ ഓപ്ഷനുകൾ നോക്കി ഡിനോമിനേറ്റർ 11 ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വൺ സപ്പോസ് അല്ലെങ്കിൽ നമുക്ക് എന്താ? ഡിവൈഡ് ചെയ്ത് നോക്കാം. 88 വരെ പോവും 8 പ്രാവശ്യം, 88 വരെ പോവും 8 പ്രാവശ്യം, ബാക്കി 2/11. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ജസ്റ്റ് ഡിനോമിനേറ്റേഴ്സ് മാത്രം ചെക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഇതൊരു അൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് A³ + B³ ആണ്. ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. A + B × A² + B² - AB ആണ്. അപ്പൊ ഇതിലെ A + B 8 നമുക്കറിയാം. A + B 8 നമുക്കറിയാം. അപ്പൊ എന്തായാലും ഉത്തരം 8ന്റെ മൾട്ടിപ്പിൾ ആവും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഉള്ള ഓപ്ഷൻ ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താ? ഇതല്ല എന്ന് കിട്ടും. കാരണം A + B കൊണ്ട് എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു പോയിന്റിലേക്ക് എത്താം. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താ? AB ആണ്. അപ്പൊ AB കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും A + B whole square - A² + B² എന്ന് പറഞ്ഞാൽ എന്താ? 2AB ആണ്. അതിന് ഇക്വേഷൻ ആയിട്ടൊന്നും പഠിക്കണ്ട. ജസ്റ്റ് നമ്മുടെ A + B whole square എക്സ്പാൻഷൻ ആണ്. A + B whole square എക്സ്പാൻഷൻ ആണ്. അതിന്റെ A² - B ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ നമ്മുടെ
എ പ്ലസ് ബി എത്രയാ 8 അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്വസ്റ്റ്യനിൽ 12 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തു. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ 2ab ആണ് എന്ത് കിട്ടേണ്ടത്. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി നമുക്കത് എന്താ സബ്സ്ട്രാക്ട് ചെയ്യണം. 2 5 52 ആണ് എന്ത് 2ab. അപ്പൊ ab എന്ന് പറയുമ്പോൾ എത്രയാ 26 ആണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ എ പ്ലസ് ബി നമുക്ക് എന്തുണ്ട് 8 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് എത്ര 12 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എ ബി നമ്മൾ കണ്ടുപിടിച്ചു 26. ഇപ്പൊ തന്നെ ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എക്സാം ഓറിയന്റഡ് അപ്രോച്ചിൽ. കാരണം 12 മൈനസ് 26 എന്തായാലും നെഗറ്റീവ് ആവും. ഇതുമല്ല ഇതുമല്ല, കാരണം നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ആവും വേണം, 8ന്റെ മൾട്ടിപ്പിൾ ആവും വേണം. അപ്പൊ തന്നെ നമ്മൾ ഉത്തരത്തേക്ക് എന്തായി ഉത്തരത്തേക്ക് എത്തി. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ -14 കിട്ടും. -14 × 8 ചെയ്താലും നമുക്ക് 112 കിട്ടും. അപ്പൊ നമ്മൾ ഈ മാക്സിമം കാൽക്കുലേഷൻസും കാര്യങ്ങളും നമ്മുടെ പ്രോബ്ലങ്ങളിൽ കുറച്ചാലാണ് നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ കൊസീക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് മൊത്തത്തിൽ ഒന്ന് എഴുതി സമയം കളയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്താ എഴുതാറ് 1/s എഴുതുള്ളൂ. tan നമുക്ക് sin/cos, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. sin/sin വെട്ടിപ്പോയി. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1/cos. cos എന്ന് പറഞ്ഞാൽ COS എഴുതി നമ്മൾ സമയം കളയാൻ പാടില്ല. sin SIN എന്നൊക്കെ എഴുതി ഓരോ സെക്കൻഡും വിലപ്പെട്ടതായതുകൊണ്ട് നമ്മൾ മിനിമം ടൈമിലാണ് ചെയ്യുക. അപ്പൊ കോസിനാണെങ്കിൽ സിയും സൈൻ ആണെങ്കിൽ എസ് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ആ ഒരു ടേംസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ 1/c അല്ലെങ്കിൽ 1/cos ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 3 cos θ = √3. അപ്പൊ c എന്ന് പറയുമ്പോൾ √3/3 ആവില്ലോ. അപ്പൊ അവിടെയും ഇവിടെയും നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മേലെ എന്തായി 3 ആയി. √3 × √3 3യും 3യും വെട്ടിപ്പോയി. അപ്പൊ 1/cos θ വാല്യൂ 1/√3 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1/cos θ ആണ്. അപ്പൊ 1/cos θ വാല്യൂ എന്ത് കിട്ടി √3 കിട്ടി. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ മിനിമം സ്റ്റെപ്പിൽ പ്രോബ്ലങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ ഈ ഒരു പ്രോബ്ലം നോക്കാം. മിക്സ്ചർ എന്ന് തോന്നും, പക്ഷെ നമുക്ക് റേഷ്യോ ഇത് സിമ്പിൾ കോൺസെപ്റ്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടോപ്പിക് പ്രോബ്ലം ആണ്. A mixture contain acid and alcohol. Acid and alcohol in the ratio 3:2. പറഞ്ഞ പോലെ ചെയ്തു. ഇനി on adding 10 liter of alcohol, ആൽക്കഹോളിന്റെ റേഷ്യോ 2 ആയിരുന്നു. ഇനി ഇതിലൂടെ 10 ലിറ്റർ എന്താ ആൽക്കഹോൾ ആഡ് ചെയ്തു. 10 ലിറ്റർ ആൽക്കഹോൾ ആഡ് ചെയ്തു മിക്സ്ചറിലേക്ക്. അപ്പൊ റേഷ്യോ എന്തായി 3:5 ആയി മാറി. അപ്പൊ ഇത് ആൽക്കഹോൾ എന്താ കണ്ടെയ്ൻ ആസിഡ് സെയിം ആണ്. ആൽക്കഹോൾ ആണ് ആഡ് ചെയ്തിട്ടുള്ളൂ, ആൽക്കഹോൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആസിഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ സെയിം ആണ്. അപ്പൊ ഈ 2 3 ആവല്ലേ ചെയ്തേ. അപ്പൊ 2 5 ആയി എന്ന് പറഞ്ഞാൽ ഒരു 3 ആണ് റേഷ്യോ പ്രകാരം ആഡ് ആയത്. അത് എത്ര ലിറ്റർ 10 ലിറ്റർ. നമ്മൾ എക്സും വൈ ഇട്ട് വെറുതെ സമയമൊന്നും കളയാറില്ല. ഈ 3 ആണ് എന്ത് 10 ലിറ്റർ. ഈ 3 ആണ് എന്ത് 10 ലിറ്റർ. അപ്പൊ നമുക്ക് ഇനി ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ 10/3. നമ്മുടെ ചോദ്യം എന്താ ക്വാണ്ടിറ്റി ഓഫ് ആസിഡ്. ആസിഡ് എന്ന് പറഞ്ഞാൽ എത്രയാ 3. ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് കിട്ടി നമുക്ക് ആൻസർ. ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ ആൻസർ കിട്ടി. അപ്പൊ നമ്മുടെ എത്രയാ 10 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് വളരെ ഈസിയാണ്, ഇത് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. ഇൻ ദ ഗെയിം ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ആംഗിൾ 38 ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ആംഗിൾ ഈ POQ എന്ന് പറയുന്ന ആംഗിൾ എത്രയാവും? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും മേലത്തെ ആംഗിൾ, അല്ലെങ്കിൽ ആ മേലത്തെ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 38ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 76 ആണ് നമ്മുടെ എന്ത് ആംഗിൾ വരുന്നത്. ഇനി സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ എത്രയാ? എന്തായാലും 180 ആവണം. ഇതും ഈ OPയും OQയും എന്താ റേഡിയസ് ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും എന്താ സെയിം ആയിരിക്കണം. ഈ ആംഗിളും
ഈ ആംഗിളും സെയിം ആണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എന്താവണം? 180 ആവണം. 76 കൂടെ എത്ര കൂട്ടിയാലാ? ഈ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം, 6. 6 കൂടെ എത്രയോ കൂട്ടിക്കഴിഞ്ഞാൽ 0 ആവണം. 180 6 കൂടെ എത്രയോ കൂട്ടുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 0 വേണം. അപ്പോൾ അത് എത്രയാ? 4 ആയിരിക്കുമല്ലോ. പക്ഷേ രണ്ട് ആംഗിളും എന്താ? സെയിം ആവും വേണം. സെയിം ആവാന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കണം? ലാസ്റ്റ് ഡിജിറ്റ് രണ്ടും ആണെങ്കിലല്ലേ ഇതാവുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇവിടെ 52, ഇവിടെ 52, ഇവിടെയും 52, ഇവിടെ 76. അങ്ങനെയാണെങ്കിലല്ലേ 180 ആവുള്ളൂ. അല്ലാണ്ട് 180യിൽ നിന്ന് 76 കുറച്ച് 104/2 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കി തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അൽജിബ്രയുടെ ഒരു പ്രോബ്ലം ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് x² മൈനസ് 1/x⁴ ആണ്. x⁴ മൈനസ് 1/x⁴ എന്ന് പറയുമ്പോൾ x² പ്ലസ് 1/x² ഇൻറ്റു x² മൈനസ് 1/x⁴ ആണ് നമുക്ക് ചെയ്യേണ്ടത്. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അല്ലെങ്കിൽ a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ a² മൈനസ് ഈ ഒരു ടേം നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുണ്ട്? 50 ആണ് തന്നിട്ടുണ്ട്. ഇനി ഇത് x പ്ലസ് 1/x നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. x പ്ലസ് 1/x 12 ആണെങ്കിൽ x² പ്ലസ് 1/x² എന്ന് പറയുമ്പോൾ 12² മൈനസ് 2 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. a² മൈനസ് 2 എന്നൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ ഇതിന്റെ വാല്യൂ 12ന്റെ സ്ക്വയർ 144, 144 മൈനസ് 2 142. ഇനി ഇത് പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 142 ഇൻറ്റു 100 എന്ന് എഴുതാം, ബൈ 2 എന്ന് എഴുതാം. ഇത് തന്നെയാണല്ലോ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കി 100/2 50. അപ്പൊ നമുക്ക് ഈ 142ന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 71. അപ്പൊ തന്നെ നമ്മുടെ ആൻസറിലേക്ക് എത്തി. അപ്പൊ എപ്പോഴും കാൽക്കുലേഷൻ നമ്മൾ ട്രിക്കുകൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസറുകൾ കിട്ടും. ഓക്കെ ആണല്ലോ.